രാവിലെ ഈ വേഷവും കെട്ടി വന്നിട്ട് ഇതങ്ങോട്ട് വീഴുന്നില്ലല്ലോ. വീഴ്ത്താൻ അടുത്ത പണി നോക്കാം. അതിന് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. അയ്യോ നോക്കുന്ന പോലും ഇല്ലല്ലോ. അയ്യോ എടാ, നീ എപ്പോഴാ വന്നേ? ആ ആന്റിയുടെ മുമ്പിൽ കോസ്റ്റുകൾ കാണിക്കുമ്പോഴേ ഞാനിവിടെ എത്തിയായിരുന്നു. രാവിലെ തന്നെ കരാട്ടക്കാരെ പോലെ തകർക്കാണല്ലോ. അതെനിക്ക് അങ്ങ് ശീലമായി പോയി. ആ നഴ്സറി സ്കൂളിലെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ആന്റിയെ വളയ്ക്കാൻ നോക്കുവാണോ? എടാ, നീ അമ്മയോട് പോയി പറഞ്ഞേക്കരുത്. നേരിൽ കണ്ട പരമാത്മാവിനെ പോലെ, പക്ഷെ നിത്യാനന്ദന്റെ പ്രകടനമാണല്ലേ. താങ്ക് യു സൺ. അല്ല മണി, ആന്റിയോട് ഇത്രയും ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് എന്താ ആന്റിയോട് സംസാരിക്കാത്തത്? ഇരുന്ന് സംസാരിക്കാണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു വളച്ചെടുത്ത് സെറ്റപ്പ് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കുമല്ലേ? സംശയമുണ്ടോ? അതിന് നിന്റെ അമ്മ ആദ്യം സമ്മതിക്കണ്ടേ, പിന്നെ ആ വാളെടുത്തവന് സമ്മതിക്കണം. അവന്റെ വാള് നീ കണ്ടില്ലേ? ഒടുക്കത്തെ നീളമല്ലായിരുന്നു. ഒരു നല്ല ഐഡിയ പറഞ്ഞതാടാ. എന്താ ഇത്? വന്നോ? രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങിയോ? അത് ഒന്നുമില്ലമ്മേ, മണി അടുത്ത വീട്ടിലെ ആന്റിയെ ലൈൻ ഇട്ടോണ്ടിരിക്കല്ലേ. എന്താ കൊള്ളണ്ട, നാണം കണ്ടില്ലേ? ആദ്യം എഞ്ചിനീയർ സാറിനോട് ഒരു സ്കെയിൽ എടുത്ത് ഒരു നല്ല ലൈൻ ഇടാൻ പറ. അതിനുശേഷം മതി ബാക്കിയുള്ള ലൈൻ ഇടിയിലൊക്കെ. എന്താടി, അതെനിക്ക് അറിഞ്ഞുകൂടെ? ഞാനൊന്ന് ലൈൻ വലിച്ചെന്ന് വെച്ചോ, പരപ്പനങ്ങാടി അങ്ങ് പഞ്ചാബ് വരെ റോഡുണ്ടല്ലോ, ചുമ്മാ ടകടകടകാന്ന് റബ്ബർ കൊണ്ടിടും ഞാൻ. മിക്കവാറും നടക്കും. റോഡ് പുതിയതാണെങ്കിലും വണ്ടി പഴയതല്ലേ. മണി ഈ സ്പീഡിൽ തന്നെ നിന്നോ. മണിയുടെ ആന്റിയെ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം. ചേട്ടാ, ആർക്കാ കല്യാണം? ചേട്ടനാണോ? തെറ്റല്ലേ മോളെ, വീട്ടിൽ സീനിയർ ഉള്ളപ്പോ ജൂനിയർ എടുത്ത് ചാടുന്നത് തെറ്റാ. നടൻ മണിയല്ലേ. കൺഗ്രാസ് ഡാഡി. അല്ല, എന്താ ഹീറോ? ചാറ്റിംഗ് ആണല്ലോ. പെണ്ണേതാ? ഈ ഹീറോ കീറോ എന്നൊക്കെ വിളിക്കാതെ മര്യാദക്ക് ചേട്ടാന്ന് വിളിക്കാൻ നോക്ക് കേട്ടോ. നാട്ടുകാരൊക്കെ വിളിക്കുമ്പോ എനിക്കും വിളിക്കാൻ പാടില്ലെന്നാണോ? നിന്നെ നന്നാക്കാൻ പറ്റില്ല. അല്ല, എന്താ ഇത്? കേരളത്തിലെ കോളേജിൽ അഡ്മിഷൻ ആണോ? നോ, നീ ഞങ്ങളെല്ലാം വിട്ട് ചവിടെ പോയി എന്ത് ചെയ്യാനാ? ഒറ്റയ്ക്ക് താമസിക്കാനാണോ? എന്നോട് ചോദിക്കാതെ പെർമിഷൻ വാങ്ങാതെ അപ്ലൈ ചെയ്ത് തെറ്റ്. എന്തിനെങ്ങനെ ഒച്ച എങ്കിൽ നീ ഒച്ചയിട്. എന്നെ കൊണ്ടൊക്കെ ഞാൻ ഒച്ചയിടുന്നേ. എടാ, നിന്റെ മനസ്സിൽ നീ എന്താ വിചാരിച്ചേക്കുന്നത്? വലിയ സായിപ്പാണെന്നാണ് നിന്റെ വിചാരം? അച്ഛനും അമ്മയും പറയുന്നത് നീ അനുസരിക്കില്ല? ഇവിടുന്ന് പോകണമെന്ന് നിന്നോട് ആരാ പറഞ്ഞു തന്നത്? അച്ഛാ, ഓവർ ആക്ടിങ് കൂടി കിട്ടോ? ഓവറായോ മോളെ? അച്ഛനിപ്പോ നല്ല സമയമായതുകൊണ്ട് ചേട്ടൻ കേട്ടോണ്ടിരിക്കുക. മറുപടി പറയാൻ തുടങ്ങിയ പിന്നെ തല കുനിക്കേണ്ടി വരും. സൂക്ഷിച്ചോ. നിന്നോടൊന്നും ചോദിക്കാൻ പാടില്ല, അങ്ങനല്ലേ? അതല്ല മണി, ചുമ്മാ അടിച്ചു പൊളിക്കാന്ന് ഓർത്താ ഞാൻ അപ്ലൈ ചെയ്തേ. ഇവിടെ എന്താണ് അടിച്ചു പൊളിക്ക് കുറവ്? സിഗരറ്റ് വലിക്കണ്ട, വെള്ളം അടിക്കണ്ട, ലൈൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാരും ഡൽഹിയിലേക്ക് വരാനാ നോക്കുന്നത്. നീ ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് പോകാനാണ് നോക്കുന്നത്. അച്ഛാ, അച്ഛന് കാര്യം അറിയാഞ്ഞിട്ടാ. ചേട്ടനെ ഈ ചാറ്റിംഗ് ഒക്കെ മടുത്തു പോയി. എടേ, നീ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ, മിണ്ടായിരുന്നോണം. എടാ, നീ എവിടെ, ഞങ്ങളിവിടെ. വേണോടാ ഇത്? വെറും 2 വർഷം അമ്മേ, ഓടി അങ്ങ് പോവില്ലേ? അപ്പോ നീ പോവാൻ തീരുമാനിച്ചു. അന്നാ ഒരു കാര്യം കേട്ടോ, നീ എവിടെ പോന്നോ അവിടെ ഞങ്ങളും വരും. അപ്പോ അടുത്ത വീട്ടിലെ ആന്റിയുടെ കാര്യം എങ്ങനെയാ? ഓക്കെ, സൈഡ് ബിസിനസ് ഒക്കെ പിന്നെ നോക്കാം. നീ വേഗം അവിടെ ചെന്ന് ഒരു പെണ്ണിനെ വളച്ചെടുത്ത് എന്റെ പേര് നിലനിർത്ത്. അയ്യോ, ആരെങ്കിലും രക്ഷിക്ക്. അയ്യോ ചേട്ടാ, അവരെന്നെ കൊല്ലാൻ പറഞ്ഞു. രക്ഷിക്കോ പ്ലീസ്. അയ്യോ ചേട്ടാ, ആരെങ്കിലും രക്ഷിക്ക്. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ. ഇത്തരം ആൾക്കാരേക്കും ആരെങ്കിലും കൊല്ലുവാ? നീ മഴ നനയണ്ട, അകത്തോട്ട് വാ. വാ, ഇങ്ങോട്ട് വാ, ഒന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം. ഇത് എന്നീ കാണിക്കുന്നത്? പട്ടാപ്പാക്ക് നാട്ടൂർ ഒരുത്തിനെ വെട്ടാൻ നോക്കുന്നു. പാവൻ, അവനെന്ത് തെറ്റാ ചെയ്ത്? എന്താ ചെയ്തോ? ഇതുവരെ DGPയുടെ കൊലപാതകം നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കാത്ത നിങ്ങൾ ഞങ്ങളുടെ ADSC നടത്തിയ കൊലപാതകങ്ങൾ മാത്രം വാർത്തയാക്കുമ്പോ അത് കണ്ടോണ്ട് ഞാൻ വെറുതെ ഇരിക്കണോ അല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ വെട്ടി കാണിക്കണ, അത് നീ ലൈവായി ടെലികാസ്റ്റ് ചെയ്യേ. ഒന്ന് നിക്ക്. എടാ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നു? എവിടുന്നോ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പോകണ്ടേ? ഇത് കണ്ടോ, എല്ലാരും കണ്ടോണ്ടിരിക്കുക. പോലീസ് പോലും നോക്കിക്കൊണ്ടാ നിൽക്കുന്നത്. കണ്ടാലും പോലീസ് പോലും മൈൻഡ് ചെയ്യത്തില്ല. RDXനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം നീ ഒന്ന് മനസ്സിലാക്കണം. എന്തിനാടാ ഈ വയ്യാതെ? വേണ്ട, ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? എന്നാ ഒരു കാര്യം, അബ്ദുള്ള
നമ്മളെ ചേട്ടന് തടസ്സമായിട്ട് ആര് വന്നാലും അവനെ ഞാൻ തന്നെ വിട്ടു. അങ്ങനെ വേണം. കേന്ദ്ര സർക്കാരിന്റെ വണ്ടിയല്ലേ? അല്ല സാർ, എല്ലാവരും കുടുംബത്തോടെ ഇങ്ങോട്ട് വന്നിരിക്കുക? ഇവിടെ ചുറ്റിക്കറങ്ങി കാണാനായിരിക്കും. അല്ല, സ്ഥലം വാങ്ങാൻ വന്നതാ. എന്താ വിൽക്കുന്നോ? മോഹൻ ഭയങ്കര തമാശയാണല്ലോ. അതൊന്നുമില്ല, എന്നോടുള്ള ദേഷ്യം നിങ്ങളോട് കാണിക്കുന്നതാ. ദേഷ്യമൊന്നും എനിക്കില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ കൂടെ വന്ന എനിക്ക് ഇഷ്ടമായില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഒറ്റയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതിയല്ലേ ഞങ്ങൾ വരുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ട്രാൻസ്ഫർ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ട്രാൻസ്ഫർ അല്ലടാ, ചിലപ്പോ റിസൈൻ ചെയ്തിട്ട് പോലും വന്നിരിക്കും. സാറിന് മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ? അതെ, സാറിന് ഡൽഹിയിൽ എന്താ ജോലി? അതോ, അടുത്ത വീട്ടിലെ ആന്റിയെ കരോട്ടെ പഠിപ്പിക്കുന്ന ജോലി. കൂടുതൽ ഇളിക്കണ്ട, നിർത്ത്. തന്നോട് പറഞ്ഞില്ലോ, താൻ എന്തിനാ നിർത്തിയേ? സാറ് പറഞ്ഞോ. ആരടോ അത്? അതൊരു വെടിമരുന്നിന്റെ പേരാണല്ലോ. വെടിമരുന്നിന് നമ്മൾ തീ കൊളുത്തിയാലേ പൊട്ടിത്തെറിക്കൂ. ഇവ നോക്കിയാലേ എല്ലാം പൊട്ടിത്തെറിക്കൂ. ഭരണകക്ഷിയുടെ MP ആണ്. അവൻ ഭരണപക്ഷമല്ല പ്രതിപക്ഷമല്ല, സർവകക്ഷിയുടെ നേതാവാ വരുന്നത്. കൊട്ടേഷൻ ടീമാണല്ലോ നാട് ഭരിക്കുന്നത്. ചേട്ടൻ വരട്ടെ. ഇവൻ തുടങ്ങിയോ? ഈ കൊച്ചു പിള്ളേരുടെ സ്വഭാവം എന്നാണ് ഇവ മാറ്റിയെടുക്കുക? മാറ്റുന്നതൊക്കെ ബുദ്ധിമുട്ടാ. മഴ തീരാതെ ചേട്ടൻ ഇനി കാറിലോട്ട് കയറില്ല. ആരാണ് അവിടെ ബുള്ളറ്റ്? ചോദിച്ചിട്ടില്ലടാ, എന്താണാ നോക്കുന്നത്? ആരാടാ ബുള്ളറ്റ്? പറയടാ, എന്നോടൊക്കെയാണോ ചോദിച്ചത്? ആരാടാ ബുള്ളറ്റ്? പറയടാ. ഞാനാണ് ബുള്ളറ്റ് ആശാനെ. നീയാണോ നിന്നെ അടിക്കുന്നതിന് ഈ വടിയോ? അതങ്ങ് താഴെട്ടേക്ക് ആശാനെ. നീ വലിയ ഗുണ്ട? അങ്ങനെയൊന്നുമില്ല. ഗുണ്ടയിലെന്ന് കോളേജിന്റെ അകത്ത് വേണ്ടെന്ന് കോളേജിൽ വേണമെങ്കിൽ പുറത്തു. അല്ല ആശാനെ. ബുള്ളറ്റ് ഈ പേരെനിക്ക് വെറുതെ കിട്ടിയതല്ലടാ. കേരളത്തിലെ ജനങ്ങൾ എനിക്ക് കിട്ടതാ. എന്റെ ഷൂ മാത്രമാണടാ റീബോക്ക്, എന്നാൽ ഞാൻ പുറംപോക്കാടാ. ഞാൻ ബുള്ളറ്റാടാ. സിറ്റിയിലുള്ള RDX കോളേജിലേക്ക് ഉടനെ ഒരു ആംബുലൻസ് അയച്ചേക്ക്. സംസാരിക്കലടാ അതിന്റെ ഇടയ്ക്കാണ് അവന്റെ ഡിസ്റ്റർബൻസ്. ഓവർ. ഇവനക്കെല്ലാം ആംബുലൻസ് താണ്ടാ. തൂക്കി പോടാ. വളരെ ഉപകാരം ആശാനെ. പതുക്കെ ഇടിക്കുന്നു പറഞ്ഞിട്ട് അമ്മുട്ട് പൊട്ടുന്ന പോലെ ആയിരുന്നല്ലോ. ഇതെന്റെ കന്നി ഫൈറ്റ് അല്ലേ ആശാനെ? കുറച്ച് ഇമോഷണൽ ആയി പോയി.
അങ്ങ് ക്ഷമിച്ചേക്കാശാനെ. നമ്മുടെ കരാർ പ്രകാരം 10,000 ഉണ്ട്. എടുത്ത് സ്ഥലം വിട്ടോണേ. കരാറ് പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ഇടി ഉണ്ടായിരുന്നല്ലോ. എക്സ്ട്രാ ലാർജ് ബോഡിയിൽ കുറച്ച് എക്സ്ട്രാ ഇടിച്ചാലെന്താ ആശാനെ? കൊച്ചു പയ്യനല്ലേ ആശാനെ? കൊച്ചു പയ്യനെന്താടാ? ആ അയ്യോ, ഇതെന്റെ അമ്മ എനിക്ക് ഓർമ്മ കേട്ടിട്ട് വന്ന ചെയ്യുന്ന. നിന്റെ അമ്മയുടെ ഓർമ്മ പോടാ. എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ. ഈ സിറ്റിക്ക് RDX, ഈ സിറ്റി കോളേജിന് ഈ ബുള്ളറ്റ് ആംബുലൻസ് കളപ്പടാ. ഏയ് ഫ്രണ്ട്സ്, ഇനി ഈ കോളേജിനെല്ലാം ഞാൻ തന്നെയാണ്. എന്റെ വാക്കനുസരിച്ച് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇന്നൊരു ദിവസത്തേക്ക് എല്ലാവരും ക്ലാസ്സിൽ കയറിക്കോ. ഇപ്പോ ഞാൻ പോവുക. പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ക്ലാസ്സിലേക്ക് പോ. പോണോ? നിന്റെയോ? ഇതല്ലേ നിന്റെ ഫോൺ? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക്. തൊട്ട് നോക്കടാ മോനെ. നിനക്കും ആംബുലൻസിൽ കേറണോടാ. ബുള്ളറ്റിന്റെ അടി നീ കണ്ടതല്ലേ? കണ്ടു, എല്ലാം കണ്ടു. അകത്തേക്ക് പോകുമ്പോ മാല കഴുത്തലുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ മാല ഇല്ലാത്തതും കണ്ടു. അത് വേറൊന്നുമല്ല. അടി കിട്ടിയ ഗുണ്ടയ്ക്ക് ആശുപത്രി ചെലവിന് കാശ് വേണമെന്ന് പറഞ്ഞപ്പോ ചെയിൻ എടുത്ത് അങ്ങ് കയ്യിലേക്ക് കൊടുത്തു. കാരണം എനിക്ക് അടിക്കാനും അറിയാം, സഹായിക്കാനും അറിയാം. അതെല്ലാം പോട്ടെ. അകത്ത് 5,000-ന്റെ 10,000-ന്റെ കണക്ക് പറയുന്നത് ഞാൻ കേട്ടല്ലോ. അത് വേറൊന്നുമല്ല. 1000 രൂപ കൊടുത്തപ്പോ ഓപ്പറേഷൻ 10,000 രൂപ വേണമെന്ന് എടുത്തോണ്ട് പോടാ മോനെ പോടാന്ന് പറഞ്ഞില്ലേ? 1000 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ഡൂക്കിലി കേസിനെ ആദ്യമായിട്ട് കാണുക ഞാൻ. എന്നെയാണോ ഡൂക്കിലി എന്ന് പറഞ്ഞത്? സിം എന്റെ കയ്യിലാണുള്ളത്. പിന്നെ എങ്ങനെ ഈ ഫോണിൽ നീ സംസാരിച്ചത്? പൊന്നു മോനെ, അതൊക്കെ പോട്ടെ. ഉള്ളി നടന്ന കാര്യം നിനക്ക് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായി? ഇത് വേണമെന്നറിയാവോ? ഇതിനകത്ത് എന്തെങ്കിലും വേണം.